രക്ഷകന്റെ സന്നിധേ ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുൻപിൽ ചൊല്ലുക. രക്ഷകന്റെ സന്നിധേ ചെല്ലുക, നിന്റെ പാപമെല്ലാം തന്റെ മുൻപിൽ ചൊല്ലുക. തന്റെ യാഗം മൂലമിന്നു നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവ പൈതലാക്കി മാറ്റുമേ. കൃപയാലത്രേ ആത്മരക്ഷ, അതു വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അതു ദാനം ദാനം ദാനം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ധ്യാനചിന്തകൾ പങ്കുവെക്കുന്നത് കർത്താവിന്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. കർത്താവിന്റെ നാമത്തിൽ മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 259 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 35 അധ്യായത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം തുടരുകയാണ്. നാം ഓർത്തതുപോലെ 35 അധ്യായം ആരംഭിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. എന്നാൽ ബേഥേലിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമായ 3 പ്രധാനപ്പെട്ട വസ്തുതകളെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നതായി ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ളവരോടും 3 കൂട്ടം കാര്യങ്ങളെങ്കിലും കുറഞ്ഞത് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമതായിട്ട് നാം വായിക്കുന്നത് പോലെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയണം. അതാണ് ഒന്നാമത്തെ വസ്തുത. വിശദീകരിക്കുന്നില്ല, നാം ഓർത്ത വിഷയമാണ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം വായിക്കുന്നത് പോലെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. അതും 2-ാം വാക്യത്തിലാണ് കാണുവാൻ കഴിയുന്നത്. 3-ാമത്തെ കാര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. 35 അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. ഇവിടെ 3-ാമത്തെ വിഷയം വസ്ത്രം മാറുവീൻ എന്നതിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അർത്ഥാൽ യാക്കോബ് തൻ്റെ കുടുംബത്തിലുള്ളവരോടും തൻ്റെ കൂടെയുള്ളവരോടും പറയുന്നത്, ശേഖേമിൻ്റെ അശുദ്ധിയിൽ പാർത്ത വസ്ത്രം ഇനി നമുക്ക് ആവശ്യമില്ല. ശേഖേമിൻ്റെ യാതൊരു മാലിന്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞാൽ, പാപത്തിൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റം വരുത്തുന്ന ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടെന്ന ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും മാലിന്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെന്നുള്ള ശക്തമായ പ്രബോധനമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഈ ഭാഗത്തിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ വീട് വിട്ടോടിപ്പോയ മുടിയനായ പുത്രൻ തിരികെ വന്നപ്പോൾ അപ്പൻ ദാസന്മാരോട് പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ എന്താണ് വായിക്കുന്നത്? അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭവനത്തിൽ നിന്ന് അപ്പൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയ ഒരു മകൻ തിരികെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുക. അവൻ അപ്പനെ വിട്ട് എത്ര ദൂരം പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വളരെ ദൂരത്തിലേക്ക് അവൻ പോയി. നീയുടെ വാളവര കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിക്കത്തക്ക നിലയിൽ അവൻ വിദൂരത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ സംബന്ധിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ തനിക്കുള്ള സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയാകുക മാത്രമല്ല, ആ ദൂരദേശത്ത് ചെന്ന് അവൻ ദുർനടപ്പുകാരനായിട്ട് ജീവിച്ചു. സകല പാപങ്ങളും അവൻ്റെ ജീവിതത്തിലേക്ക് കുടിയേറുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവസന്നിധി വിട്ടുപോയാൽ
ഒരുവൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ പാപത്തിൻ്റെ സ്വാധീനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഓർക്കണം, കർത്താവിൻ്റെ സന്നിധി വിട്ടുപോകുമ്പോൾ പാപം കീഴ്പ്പെടുത്താനായിട്ട് തുടങ്ങും. അത് തന്നെയുമല്ല, ഈ മകൻ അവിടെ എന്തു ചെയ്തു? അവന് ലഭിച്ച വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ മുട്ടുവരാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവനെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു മകനായിട്ട് തീർന്നു. എന്നാൽ അവൻ തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ അവന് കുറ്റബോധമുണ്ട്, അവൻ സുബോധമുള്ളവനായി തീർന്നു. പക്ഷേ അവൻ്റെ ശരീരത്തിൽ അപ്പോഴും കിടക്കുന്നത് അവൻ പാപത്തിനായിട്ടോടിയ അതേ മുഷിഞ്ഞ വസ്ത്രം തന്നെയാണ്. എന്നാൽ 22-ാം വാക്യത്തിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരികെ വരുമ്പോൾ ഇവിടെ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൻ തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. അർത്ഥാൽ അതിനൊരു കാര്യമുണ്ട്. ഇനി ഈ മുഷിഞ്ഞ അങ്കി മകനെ നിനക്ക് ആവശ്യമില്ല. വലിയ മാറ്റത്തിലേക്ക്, ഒരു വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്ക്, അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ സ്വീകരിക്കപ്പെടുന്നവനായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ആ വസ്ത്രം മുഷിഞ്ഞത് മാറ്റേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇതാ ബഥേലിലേക്ക് പോകുവാനുള്ള ആഹ്വാനം തൻ്റെ കുടുംബത്തിന് നൽകുമ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, വസ്ത്രം മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം വരുന്ന ഓരോ നിമിഷങ്ങളും ഓർക്കേണ്ടത്, പാപത്തിൻ്റെ മാലിന്യം നമ്മുടെ വസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ട് വേണം നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടക്കാനായിട്ട്. എത്ര പേർക്ക് ഈ ചിന്ത ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയും? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ഏറ്റുപറയുവാൻ, അനുദിന ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ചിന്തകളും മുഖാന്തരമാക്കി തീർക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൽ ഇന്നും മുഴുകി ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപക്കറയേറ്റ അങ്കി യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ കടന്നു വന്ന് മാറ്റുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളുടെ പാപത്തിൻ്റെ കറയേറ്റ അങ്കി മാറ്റിയിട്ട് ക്രിസ്തുവിനുള്ളതായിരിക്കുന്ന രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം കൃപയാൽ സൗജന്യമായി തരുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നാൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടാകണം. അത് മറ്റൊന്നല്ല, എൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകണം. എൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തോട് എനിക്ക് വിട പറയണം. അതിന് കാൽവറിയുടെ ക്രൂശിൽ നിങ്ങൾക്കായി പ്രാണൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. അതിനായിട്ട് കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം.